നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ ഏറിയ കൃപകൾക്കായി സ്തോത്രം. വിശ്വസ്ത സാക്ഷിയും ഭൂരാജക്കന്മാർക്ക് അധിപതിയും ആദ്യനും അന്ത്യനുമായി നിന്റെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്ന കർത്താവ്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവിടെ മേൽ ജയഘോഷം കൊണ്ടാടി അവയെ പരസ്യ കോലമാക്കി സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി നീ ഞങ്ങളുടെ തലയായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങളുടെ സ്നേഹിതനും ഞങ്ങളുടെ വീണ്ടെടുപ്പ് ഞങ്ങളുടെ നീതികരും ഞങ്ങളുടെ രക്ഷയുമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. നീ തന്നെ ഞങ്ങളുടെ ജ്ഞാനമായി പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ബലഹീനതകൾക്ക് മീതെ നിന്റെ കൃപകൾ കൊണ്ട് കവിഞ്ഞു കർത്താവേ, നിന്റെ വിശ്വസ്തതയെ ഞങ്ങൾക്ക് പരിചയം പലകമായി പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കൂട്ടിവരുത്തി ജനത്തിനായി സ്തോത്രം. തിരുവഴുത്തുകളെ ധ്യാനിപ്പോൾ ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവ് പ്രവർത്തിച്ചാട്ടെ. 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്നതിനായി 7 നക്ഷത്രങ്ങളെ വലങ്കേക്ക് പിടിച്ചവൻ അതിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തെ കർത്താവെ അനുഭവിച്ചറിയാൻ ആ പുനരുദ്ധാന ശക്തി എന്ന് വെളിപ്പെടുമാറാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനത നീ വെളിപ്പെടുത്തുമ്പോൾ, ഞങ്ങളുടെ കുറവുകൾ വെളിപ്പെടുത്തുമ്പോൾ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ആ പുനരുദ്ധാന ശക്തി കർത്താവ് ജീവിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. ഈ ശബ്ദം കടന്നു ചെല്ലുന്ന പരിസരങ്ങളെ, വ്യക്തികൾ അവരുപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ നിന്റെ പ്രായശ്ചിത്തങ്ങതുമായിട്ട് നിന്റെ രക്തത്താൽ മുദ്രയിട്ടോട് ഞങ്ങൾ സാങ്ക്ടിഫൈ ചെയ്യുന്നു. മഹത്വം ക്രൂശിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരു ക്ലാസ് കൂടെ കർത്താവ് നമുക്ക് നൽകി ഓർത്ത് നന്ദിയേറുന്ന ഹൃദയത്തോട് അതിൻ്റെ മുമ്പിലായിരിക്കാം. ആത്മാവിൽ വചനങ്ങളെ പ്രസ്താവിപ്പാനും അത് ഗ്രഹിപ്പാനും അതനുസരിച്ച് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ച് നമുക്ക് അവരോട് സദൃശ്യന്മാരായി തീരുന്നതിന് ആവശ്യമായി എന്തൊരു കാര്യമുണ്ടോ അത് ഈ നല്ല അവസരങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ നാം ചിന്തിച്ചിരുന്ന ഒരു വിഷയമായിരുന്നു, അവൻ നാം ദൈവത്തോട് നിരന്നതിന് ശേഷം അല്ലെങ്കിൽ യേശു ക്രിസ്തു അവൻ്റെ രക്തം മുഖാന്തരം ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വരുത്തി അവൻ ദൈവവും മനുഷ്യരുമായിട്ടുണ്ടായിരുന്ന ആ ഇടർച്ച ആ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞുകൊണ്ട് തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി. ഇത് വളരെ ആഴത്തിലുള്ള വർക്കുകളാണ്. തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി, ഓരോരോ പുതു മനുഷ്യനല്ല, ഒരേ ഒരു പുതു മനുഷ്യൻ, ഒരേ പുതു മനുഷ്യൻ, എല്ലാവരും ഒരേപോലെ വ്യാപരിക്കുന്ന പുതു മനുഷ്യനാക്കിയാണ് നമ്മൾ ദൈവത്തോട് നിരപ്പിച്ചത്. അമ്മ ദൈവരായിട്ട് ഞാൻ എൻ്റെ പദമില്ല, നാം നമ്മുടെ എന്നുള്ള വിഷയമുള്ളൂ. സ്തോത്രം. അങ്ങനെ അതിനുള്ള വില കൊടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റോൺമെൻറ്റിനെ കുറിച്ച് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചു. ഇന്നലെ ഞാനത് അല്പമായിട്ട് വിശദീകരിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് അത് വീണ്ടും ഓർമ്മപ്പെടുത്തില്ല. അങ്ങനെ നമ്മളെ എവിടെയാണ് ഇരുത്തിയിരുന്നത് എന്ന വിഷയമായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. സ്വർഗസ്ഥലങ്ങളിൽ അവനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ നമ്മൾ ഇരുത്തി എന്ന കാര്യമാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു വിഷയം, സ്തോത്രം, നമുക്ക് ക്രിസ്തുവിൽ ലഭിക്കുന്ന അനുഗ്രഹം എന്താണ്? സ്തോത്രം. അത് നമ്മൾ കുറച്ച് ആഴത്തിലുള്ള കാര്യമാണ്, എല്ലാം ആഴത്തിലുള്ള കാര്യമാണ്. ഈ എഫേസ്യ ലേഖനം, കൊളോസ്യ ലേഖനം വളരെ ആഴത്തിൽ ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് വളരെ ലളിതമാക്കി മനസ്സിലാക്കി തരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മുടെ കൂടെയുണ്ട്. ദൈവാത്മാവിനാൽ അഭിഷക്തരല്ലാത്തവർക്കാണ് ഈ കാര്യങ്ങളൊക്കെ ബുദ്ധി കൊണ്ടും ഡിക്ഷണറികളും ഇതൊക്കെ വേണ്ടെന്നല്ല. ഇതെല്ലാം ഉപയോഗിച്ച് ബുദ്ധിയുടെ പ്രമാണങ്ങൾ കൊണ്ടുവരുന്നത്. ദൈവം നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, ഓരോരുത്തരുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടത് സ്തോത്രം. 10th ഗ്രേഡിലുള്ളവർക്ക് 10th ഗ്രേഡിൻ്റെ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലുള്ളവർക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, LKG UKG ഉള്ളവർക്ക് അത് സംസാരിക്കട്ടെ. ഞാൻ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 11 തുടങ്ങി 14 വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിക്കുകയാണ് മലയാളത്തിൽ. അവനിൽ നാം അവകാശവും പ്രാപിച്ചു. അവനിൽ എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് അവിടെ 11 വാക്യത്തിൽ പറയുന്നത്. അവനിൽ നാം അവകാശവും പ്രാപിച്ചു. തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും നിവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുൻപിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായി ഞങ്ങൾ, യഹൂദന്മാരെ അപ്പോസ്തലന്മാർ പറയുകയാണെങ്കിൽ പൗലോസ് പറയാണ്, ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടത് തന്നെ. കുറച്ച് ഹാർഡായിരിക്കുന്ന വാക്യങ്ങളാണ്, പക്ഷെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ അവനിൽ നിങ്ങൾക്കും എന്ന് പറഞ്ഞാൽ ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവർക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഈ ഒരു കാര്യം ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലാക്കും. വളരെ സിമ്പിൾ ഇംഗ്ലീഷാണ്. ന്യൂ കിങ് ജെയിംസ് വേർഷനാണ് ഞാനിവിടെ കോപ്പി ചെയ്തിരിക്കുന്നത്. In him also we have obtained an inheritance, being
predestined according to the purpose of him who works all things according to the counsel of his will, that we who first trusted in Christ should be the praise of his glory. In him you also, that means Gentiles also, trusted after you heard the word of truth, the gospel of your salvation, in whom also having believed you were sealed with the Holy Spirit of promise. അടുത്തൊരു വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷിൽ. Who is the guarantee of our inheritance until the redemption of the purchased possession of the praise of his glory. ഞാൻ ആ വാക്യം വീണ്ടും ഇംഗ്ലീഷിൽ വാക്യാണ്. Who, that means related to, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാണ്. Who is the guarantee of our inheritance until the redemption of the purchased possession to the praise of his glory. നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു വാങ്ങുക അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുമ്പോൾ അതിന് അച്ചാരം കൊടുക്കുക അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുക്കുക എന്ന് പറയും. അപ്പൊ നമുക്ക് ലഭിക്കാൻ പോകുന്ന അവകാശം എന്താണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനുള്ള അവകാശം എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിലതൊടുകയില്ല. ഞാനത് കൊളോസ്യ ലേഖനത്തിൽ പൗലോസ് അത് എഴുതിയിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി ഇന്നലെ ചിന്തിച്ചതാണ്. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കിയെന്നാണ് കൊളോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്ന അവനെ നാം അവകാശവും പ്രാപിച്ചു. അതിന്റെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് തന്നെ പരിശുദ്ധാത്മാവിനാൽ ദി കിങ്ഡം ഓഫ് ഗോഡിന്റെ അവകാശമാണെന്ന് പറയത്തക്ക വേണം, അല്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങിയതാണെന്ന് പറയത്തക്ക വേണം നമ്മളെ മേൽ പരിശുദ്ധാത്മാവിന്റെ മുദ്രയും ഇട്ടു. സാധാരണ ഈ ഗവൺമെന്റ് തടികളൊക്കെ ഇവിടെ ഉണ്ടാവില്ല, നമ്മൾ സിറ്റിയിൽ നിന്ന് കാണാൻ പറ്റില്ല. ഈ വനപ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ, ഈ വടശ്ശേരിക്കര അല്ലെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ വനങ്ങളുണ്ട്, അവിടേക്ക് ലേലം നടക്കും. അപ്പോൾ അതിന് ഗവൺമെന്റിന്റെ തടികളൊക്കെ വെട്ടി കൂട്ടിയിട്ട് അതുമേ കുറച്ച് അതിന്റെ തൊലി ഭാഗം ചെത്തി കളഞ്ഞിട്ട് സീലിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റിന്റെ അവകാശമാണ്. അതമ്മേ ആരെങ്കിലും അന്യായമായി കൈവച്ചാൽ മോട്ടിച്ചാൽ ആ വിവരം അറിയും. അതുപോലെയാണ് അവിടെ വാദ ഇംഗ്ലീഷിൽ പറഞ്ഞു. ഹു ഈസ് ദ ഗ്യാരണ്ടി ഓഫ് അവർ ഇൻഹെറിറ്റൻസ് അണ്ടിൽ ദ റിഡംഷൻ ഓഫ് ദി പർച്ചേസ്ഡ് പൊസഷൻ. ഇത് വെറുതെ അങ്ങ് പെന്തിക്കോസിൽ ചേർന്നതല്ല. ദൈവം തന്റെ പുത്രൻ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായ സിന്നുകൾ കൊണ്ട് നമ്മുടെ മേലുള്ള കോടിക്കണക്കിന് ഇരട്ടി വരുന്ന ദൈവക്രോധം എന്ന പാനപാത്രം തന്റെ പുത്രന്റെ മേൽ അവനെ ആദരിക്കാതെ, തന്നോടുകൂടെ സൃഷ്ടിപ്പിൽ ഉണ്ടായിരുന്ന ദൈവമാണെന്ന് ആദരിക്കാതെ, തന്റെ ഓമന പുത്രനെ ആദരിക്കാതെ, തന്റെ ഏകജാതനെ ആദരിക്കാതെ, സ്തോത്രം, നമ്മുടെ മേൽ വരേണ്ട ശിക്ഷ മുഴുവനും അവന്റെ ഹൃദയത്തിൽ അവന്റെ മേലെ ഏൽപ്പിച്ചു. അവന്റെ ശരീരത്തിലെ പ്രാണൻ ആത്മാവിൽ ഏൽപ്പിച്ചു. സ്വമേധ അവനെ സ്വീകരിച്ചു. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മളൊരു പാട്ട് പാടുമ്പോ ചങ്കുപിളർന്നതാടേ നിനക്കവൻ തന്നുയിർ തന്നതാടേ, നോവിനുലയിൽ പ്രാണനുലഞ്ഞപ്പോൾ നിൻമുഖം കണ്ടതാണേ, നെഞ്ചിലവൻ തന്നെ വഹിച്ചതാണ് എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞ മഹാപുരോഹിത ശുശ്രൂഷ നമ്മൾ സമാഗമന കൂടാരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആണ്ടിലൊരിക്കൽ മഹാപാപ പരിഹാര ശുശ്രൂഷയ്ക്ക് വേണ്ടി പുരോഹിതൻ കടന്നു പോകുന്ന സമയത്ത് ഇസ്രായേലിനെ എല്ലാവരെയും തന്റെ മാർവിടത്തിലും തന്റെ തോളിലും വഹിച്ചുകൊണ്ടാണ് പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത്. കാരണം ഈ ജനത്തിന് മുഴുവത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനുള്ള ശുശ്രൂഷയുമായിട്ടാണ് കടന്നു ചെല്ലുന്നത്. ഹല്ലേലൂയ. അഹ്റോൻ അല്ലെങ്കിൽ മഹാപുരോഹിതൻ കടന്നു ചെല്ലുമ്പോൾ ആട്ടുകൊറ്റന്റെ രക്തവും അവൻ ധൂപവർഗവുമായിട്ടാണ് കടന്നു ചെല്ലുന്നത്. യേശുവോ ആട്ടുകൊറ്റന്റെ രക്തം കൊണ്ടല്ല, കൈപ്പടിയായി നിർമ്മിച്ച വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, സ്തോത്രം, ആമി കൈപ്പടി അല്ലാതെ നിർമ്മിച്ച വിശുദ്ധ മന്ദിരത്തേക്ക് സ്വന്തം രക്തത്താല് ഹല്ലേലൂയ പ്രവേശിക്കുകയാണ് ചെയ്തത്. നമ്മൾ ഇതിനെ കുറിച്ച് ടാബർനാക്കിളിനെ കുറിച്ച് പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പറഞ്ഞു വരുന്നത് ഹല്ലേലൂയ, നമ്മെ അവകാശത്തിന്റെ പ്രാപ്തക്ക് വിലക്കി വാങ്ങി എന്ന് പറഞ്ഞത്. റിഡംഷൻ ഓഫ് ദി പർച്ചേസ്ഡ് പൊസഷൻ. അതുമ്പോൾ നമുക്ക് സീല് തന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്.
അപ്പോൾ സീലിന്റെ അഡ്വാൻസ് ഇത്രമാത്രം. നമ്മളിപ്പോൾ ഒരു വസ്തു 1 ലക്ഷം രൂപയുടെ ഒരു വസ്തു വാങ്ങണമെങ്കിൽ കൂടി ഒന്ന് 10,000 അല്ലെങ്കിൽ ഒരു 5,000 മറ്റു അഡ്വാൻസ് കൊടുക്കും. അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞാൽ ആ ഡീൽ പിന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല. പറഞ്ഞ ടൈമിനകത്ത് അത് വാങ്ങിയിരിക്കണം. രണ്ടുപേരും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് ലീഗലി ബൈൻഡഡാണ്. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്താണ് നമുക്ക് ക്രിസ്തുവിൽ കിട്ടാൻ പോകുന്ന അവകാശം. അത് പഠിക്കണമെങ്കിൽ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-2 ഞാനൊന്ന് വായിക്കുകയാണ്. മലയാളത്തിൽ, ഇംഗ്ലീഷും കൂടി കൂടെ അതിനുണ്ടായിരിക്കും. ഹീബ്രു ചാപ്റ്റർ 1 വേഴ്സ് 1 and 2. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്തെ പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. ദൈവത്തിനുള്ള സകലത്തിനും ക്രിസ്തു അവകാശിയാണ്. ഇത് നമ്മള് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തില് ആ ചുരുള് പൊട്ടിക്കുന്ന സമയത്ത് ചുരുളിനെ കുറിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അതിന് ചുരുൾ ഏറ്റുവാങ്ങാൻ, അതായത് ദൈവത്തിന്റെ മുഴുവൻ അവകാശത്തിന്റെയും ഓണർഷിപ്പിന്റെയും ആ അവകാശം വാങ്ങത്തക്ക വേണം യോഗ്യരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരെയും കാണായി കൊണ്ട് യോഹന്നാൻ കരയുമ്പോൾ 24 മൂപ്പന്മാരോട് പറയാണ്, സ്തോത്രം, യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായി ജയം പ്രാപിച്ചുകൊണ്ട് വാങ്ങുവാൻ യോഗ്യന എന്ന് പറയുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. അതിന്റെ പുറകെ വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. ആദാമാണ് ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട്, യേശു ക്രിസ്തു ഒഴികെ മനുഷ്യനായിട്ട് വന്ന ഏറ്റവും ശക്തനായിരുന്ന ഒരു വ്യക്തിയാണ് ആദാം. കാരണം ദൈവത്തിന്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനായിരുന്നു. അവനെയായിരുന്നു ദൈവം ഈ സകലത്തിന്റെയും അവകാശം വരമേൽപ്പിച്ചിരുന്നത്. എന്നാൽ താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവകാശം വ്യർത്ഥമാക്കി സേറ്റാന് വിറ്റ് കളഞ്ഞു. എന്തിനാ? ഒരു ലൈക്ക് വേണ്ടി, ഒരു കള്ളത്തിന് വേണ്ടി തന്റെ ലഭിച്ചിരുന്ന അവകാശത്തെ, ആകാശത്തിലെ പറവജാതി, ഭൂമിയിലെ സമുദ്രത്തിലെ മത്സ്യ, ഭൂമിയിലെ സകല ജനാചരത്തെയും ഭരിക്കുവാനുള്ള അവകാശം, അത്ര വലിയ അവകാശം ഒരു കള്ളത്തിന് വേണ്ടി വിറ്റ് കളഞ്ഞു. ആർക്കാ വിറ്റ്? സേറ്റാന്. അങ്ങനെയാണ് സേറ്റാൻ കർത്താവിന്റെ അടുത്ത് പറയുന്നത്, ഒക്കെയും എങ്കൽ വരവേൽപ്പിച്ചിരുന്നു. ദൈവമല്ല കൊടുത്തത്, മനുഷ്യനാ കൊടുത്തത്. അതിനെ വീണ്ടെടുക്കുവാനാണ് ദൈവപുത്രൻ വെളിപ്പെട്ടത്. അത് പറഞ്ഞത് യോഹന്നാൻ ചാപ്റ്റർ ലേഖനത്തിന്റെ 3:9 പറയുന്നത്, പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാനല്ലോ ദൈവപുത്രൻ വെളിപ്പെട്ടത്. അപ്പൊ ആദാമിന് സകല പ്രോപ്പർട്ടിയുടെയും അവകാശം കൊടുത്തു. പക്ഷെ ആദാം അത് വ്യർത്ഥമാക്കി കളഞ്ഞു. ആ ആദാമില് നമ്മളും ഉണ്ടായിരുന്നു. ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ട്. അവന് നല്ല മനുഷ്യജാതി മുഴുവൻ വന്നത്. സ്തോത്രം. അതിനുശേഷം പ്രഗത്ഭനായി വന്ന ഒരു വ്യക്തിയാണ് നോഹ. ജലപ്രളയത്തിന് ശേഷം നോഹയെ ആദാമിന് കൊടുത്ത അതേ അനുഗ്രഹങ്ങൾ മുഴുവനും ദൈവം കൊടുത്തു. 9-ാം അധ്യായത്തിൽ വിവരണമുണ്ട്. പക്ഷേ നോഹയും അവന്റെ തലമുറകളും അതിന് യോഗ്യരായി തീർന്നില്ല. 3 മക്കളില് ഹാമും ജാഫേത്തും ദൈവികതമല്ലാത്ത വിധത്തില് അവൻ മാനുഷിക ഭരണകൂടം കൊണ്ട് ദൈവത്തിന് എഗൈൻസ്റ്റ് ആയിട്ട് ഒരു ഭരണകൂടം കെട്ടിപ്പൊക്കി അവർ മതത്തിൽ കൂടെ, ഒരു ഹ്യൂമൻ റിലേഷനിൽ കൂടെ മാനവജാതിയെ മുഴുവൻ ഭരിക്കുക എന്നുള്ള പ്ലാൻ കൊണ്ടുവന്നു. അതിനാണ് ഇന്ന് റിലീജിയൻസ് കടന്നു വന്നിരുന്നത്. കള്ളം കൊണ്ട് റിലീജിയൻസ് ഉണ്ടാക്കിക്കൊണ്ട് ദൈവത്തിന്റെ പദ്ധതിക്ക് എഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുക. ഇന്ന് ഭൂമിയിലുള്ള ഫിസിക്കലായിട്ടുള്ള എല്ലാ റിലീജിയൻസും അവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടത് തന്നെയാണ്. ഫിലിപ്പയിലെ കൈസരിൽ നിന്നുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ലിറ്ററലായിട്ട് കാണുന്ന ഒരു മതവുമല്ല, ഒരു സഭയുമല്ല. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാവുന്നു. ഇതാ ദൈവത്തിന്റെ ആലയം. നാം ഓരോരുത്തരും കാഹളനാദം കേൾക്കുമ്പോൾ ഇതെല്ലാം കൂടി യുക്തമായി ചേരാൻ പോകുന്നത്. പക്ഷെ ഇപ്പോൾ പ്രവൃത്തി നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ കടന്നു വന്നതാണ് അബ്രാഹാം. അതിനുശേഷം പിന്നെ ഓരോരോ രാജാക്കന്മാര് കടന്നു വന്നു. ഓക്കെ, അതിനുശേഷം ജെന്റൈൽസിന്റെ കുറെ അധികം പേര് കടന്നു വന്നു. ദൈവം ഒരു നേഷനായിട്ട് ഇസ്രായേലിന് കൊടുത്തു. അബ്രാഹാമിന്, യാക്കോബിന് ശേഷം ഒരു നേഷനായിട്ട്, ഒരു രാജ്യമായിട്ട് ഇസ്രായേലിനെ വരവേൽപ്പിച്ചു. പക്ഷെ അവരും ന്യായപ്രമാണത്തിൽ നിലനിന്നില്ല. ജാതികളില് കുറെ അധികം ഇസങ്ങൾ കടന്നു വന്നു. കമ്മ്യൂണിസം, സോഷ്യലിസം, ലെനിനിസം, ഇങ്ങനെ കുറെ അധികം കടന്നു വന്നു. ഇപ്പോൾ ഡെമോക്രസിയും കടന്നു വന്നു. ഇവർക്കും ഭരിപ്പാൻ യോഗ്യതയില്ല. ഇനി ഒരുത്തം വരാൻ പോകുന്നുണ്ട്. അവന്റെ സ്പിരിറ്റ് ഇപ്പോഴെ പ്രവർത്തിക്കുന്നുണ്ട്. ദൈവസഭ അവിടെ ഉള്ളിടത്തോളം അതിനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കും. അവന്റെ പേരാണ് ആന്റി ക്രൈസ്റ്റ്. അവനും നിലനിൽക്കയില്ല. അതിനുശേഷമാണ് നമ്മള് ദാനിയേൽ പ്രവചന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം കൂടി വായിക്കുന്നതിന് പറയുന്ന പോലെ
അവയെ സകലത്തിനും ആധിപത്യം യേശു ക്രിസ്തുവിന് കൊടുക്കുന്നു. അവരോട് കൂടെ നമ്മളും ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നതാണ്, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അപ്പോൾ ക്രിസ്തുവിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക്, സ്തോത്രം, എന്തുണ്ട്? ക്രിസ്തുവിന് ഉള്ളതിന്റെ സകലത്തിന്റെയും അവകാശം നമുക്കുമുണ്ട്. അത് പ്രാപിക്കുന്ന കാര്യത്തിലാണ് മിക്കവരും പരാജയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിന് എന്താ പറഞ്ഞ, എബ്രായ ലേഖനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവരെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. ദൈവത്തിനുള്ള സകലത്തിന്റെയും അവകാശിയായിട്ട് അവനെ വെച്ച്. നമുക്കൊന്ന് അതിന്റെ ഒരു നിഴല് പഴയ നിയമത്തിൽ നമുക്ക് വേണമെങ്കിൽ വായിക്കാം. അബ്രാഹാം ഇസ്ഹാക്കിന് ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 24-ാം അധ്യായത്തില്, സ്തോത്രം, നമ്മൾ വായിക്കുന്നു. ഒന്നുകൂടി കുറച്ച് വായിക്കുക, ഞാൻ വായിക്കുകയാണ്. അബ്രാഹാം വയസ്സ് എന്ന് വൃദ്ധനായ യഹോവ അബ്രാഹാമിനെ സകലത്തിനും അനുഗ്രഹിച്ചിരുന്നു. തന്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരകരമായ ദാസനോട് അബ്രാഹാം പറഞ്ഞത്, നിന്റെ കൈ എന്റെ തുടയും കീഴിൽ വെക്കുക. ചുറ്റും പാർക്കുന്ന കന്യാന്യ കന്യമാരിൽ നിന്ന് നീ എന്റെ മകന് ഒരു ഭാര്യ എടുക്കാതെ എന്റെ ദേശത്തിലും എന്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എന്റെ മകനായ ഇസ്ഹാക്കിന് ഭാര്യ എടുക്കണമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കും. ദാസൻ അവരുടെ, പക്ഷെ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ ദേശത്ത് വരുവാൻ മനസ്സിലെങ്കിലോ നീ വിട്ടുപോകുന്ന ദേശത്തേക്ക് ഞാൻ നിന്റെ മകനെ മടക്കി കൊണ്ടുപോകണമേ എന്ന് ചോദിച്ചു. അബ്രാഹാം അവനോട് പറഞ്ഞത്, എന്റെ മകനെ അവിടേക്ക് മടക്കി കൊണ്ടുപോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. എന്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായ സ്വർഗത്തിന്റെ ദൈവമായ യഹോവ എന്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തന്നെ ദൂതനെ അയക്കും. എന്നാൽ സ്ത്രീക്ക് നിന്നോടുകൂടെ വരുവാൻ മനസ്സില്ലെങ്കിൽ നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. എന്റെ മകനെ അവിടേക്ക് മടക്കി കൊണ്ടുപോകുക മാത്രം വരുത്. അപ്പോൾ ദാസൻ തന്റെ യജമാനായ അബ്രാഹാമിന് തുടയും കീഴിൽ കൈവച്ചു. അങ്ങനെ അവനോട് സത്യം ചെയ്തു. അനന്തരദാസൻ തന്റെ യജമാനന്റെ ഒട്ടകങ്ങളിൽ 10 ഒട്ടകങ്ങളെയും യജമാനുള്ള വിധമായ വിശേഷ വസ്തുക്കളെയും കൊണ്ട് പുറപ്പെട്ടു. മെസോപ്പൊത്താമിയയിൽ നാഹോരിന്റെ പട്ടണത്തിൽ ചെന്നു. വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിൽ നിന്ന് പുറത്ത് ഒരു കിണറ്റിനരികെ നിർത്തി പറഞ്ഞത് എന്തെന്നാൽ, എന്റെ യജമാനെ അബ്രാഹാമിന്റെ ദൈവമായ യഹോവേ, എന്റെ യജമാനായ അബ്രാഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ ഈ കാര്യം സാധിപ്പിച്ചു തരണമേ. ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു. ഈ പട്ടണക്കാരുടെ കന്യകമാർ വെള്ളം കോരുവാൻ വരുന്നു. നിന്റെ പാത്രമേ ഇറക്കി എനിക്ക് കുടിപ്പാൻ തരണമെന്ന് ഞാൻ പറയുമ്പോൾ കുടിക്കാൻ നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കുമെന്ന് പറയുന്ന സ്ത്രീ തന്നെയായിരിക്കണം. നിന്റെ ദാസനായ ഇസ്ഹാക്കിന് നിയമിച്ചുള്ളായിരിക്കട്ടെ. നീ എന്റെ യജമാനോട് കൃപ ചെയ്ത് എന്നു ഞാൻ അതിനാൽ ഗ്രഹിക്കും. അവർ പറഞ്ഞ് തീരും മുമ്പേ അബ്രാഹാമിന്റെ സഹോദരനായ നാഹോരിന്റെ ഭാര്യ മിൽക്കയുടെ മകൻ ബെതുവേലിന്റെ മകൾ റിബേക്ക തോളി പാത്രവുമായി വന്നു. ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യയുമായിരുന്നു. അവൾ കിണറ്റരികെ ഇറങ്ങി പാത്രം നിറച്ചു കയറി വന്നു. ദാസൻ വേഗത്തെ അവൾ എതിരേറ്റു ചെന്നു. നിന്റെ പാത്രത്തിന് വെള്ളം കുറെ എനിക്ക് കുടിപ്പാൻ തരയണം എന്ന് പറഞ്ഞു. യജമാനെ കുടിക്കുക എന്ന് അവൾ പറഞ്ഞു. വേഗം പാത്രം കയ്യിൽ നിന്ന് ഇറക്കി അവന് കുടിപ്പാൻ കൊടുത്തു. അവന് കുടിപ്പാൻ കൊടുത്ത ശേഷം നിന്റെ ഒട്ടങ്ങൾക്ക് വേണ്ടുവോളം ഞാൻ കോരിക്കൊടുക്കാം എന്ന് പറഞ്ഞു. പാത്രത്തിന്റെ വെള്ളം വേഗം തൊട്ടിയിലൊഴിച്ചു. പിന്നെയും കോരിക്കൊണ്ടുവരുവാൻ കിണറ്റിലേക്ക് ഓടി ഇറങ്ങി അവന്റെ ഒട്ടകങ്ങൾക്കെല്ലാം കോരിക്കൊടുത്തു. ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി യഹോവ തന്റെ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്ന് അറിയേണ്ടതിന് മിണ്ടാതിരുന്നു. ഞാൻ ഇതിനെത്ര അധികം വായിച്ചേ? 21 വാക്യങ്ങൾ വായിച്ചു. ഈ സംഭവം നിങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്താനാണ്. ഇസഹാക്ക് യേശു ക്രിസ്തുവിന്റെ നിഴല, റിബേക്ക ദൈവസഭയുടെ നിഴല. അബ്രാഹാം പിതാവ് ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇസഹാക്കിന് തന്റെ വീട്ടിൽ ദാസനായിരിക്കുന്ന അല്ലെങ്കിൽ അബ്രാഹാമിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു വന്നതായ ഏലയാസർ ഇസഹാക്കിന് യോഗ്യയായ ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കത്തക്കവണ്ണം ഒരു അടയാളം വെക്കുകയാണ്. അതാണ് എൻ്റെ മുമ്പിലത്തെ വാക്യത്തിൽ വായിച്ചത്. ഈ പാത്രത്തിന് വെള്ളം അവന് കുടിപ്പാൻ കൊടുത്ത ശേഷം നിന്റെ ഒട്ടകങ്ങൾക്ക് വേണ്ടുവോളം ഞാൻ കോരിക്കൊടുക്കും എന്ന് പറഞ്ഞു. മുൻപ് പറഞ്ഞൊരു കണ്ടീഷൻ എന്താ?
നിന്റെ പാത്രം ഇറക്കി എനിക്ക് കുടിപ്പാൻ തരണമെന്ന് ഞാൻ പറയുമ്പോൾ കുടിക്കുക, നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കുമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നിന്റെ ദാസനായ ഇസ്ഹാക്കിനെ നിയമിച്ചവളായിരിക്കട്ടെ. ഒരു കണ്ടീഷൻ വെച്ചു. എന്നിട്ട് 21-ാം വാക്യത്തില് അവിടെ പറഞ്ഞ, ഞാൻ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ്, വെള്ളം, ഒരു പാത്രത്തെ വെള്ളം കൊണ്ടുവന്നു, പാത്രത്തെ വെള്ളം തൊട്ടിയിൽ ഒഴിച്ചു, പിന്നെയും കോരിക്കൊണ്ടുവരുവാൻ കിണറ്റിലേക്ക് ഓടി ഇറങ്ങി. ഇന്ന് നമുക്ക് കിച്ചണിൽ നിന്നുകൊണ്ട് ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളമാണ്, അല്ലെങ്കിൽ കിണറുകളുണ്ട്, കപ്പിയും കയറും ഉണ്ട്. അന്നത്തെ കിണറുകൾ എന്ന് പറഞ്ഞാൽ ഈ ടെക്നോളജി ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. മരുഭൂമിയിലാണ്, സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ടായിരിക്കും. മരുഭൂമിയിലെ കിണറൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് നല്ല ആഴമുണ്ടായിരിക്കും. ഒരു 10-20 വയസ്സുള്ള പ്രായമുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ഗസ് ചെയ്തോളൂ. സ്തോത്രം. ഒരു ചുരുങ്ങിയത് ഒരു 20 സ്റ്റെപ്പെങ്കിലും കണക്ക് കൂട്ടിയുള്ളൂ. ഒരു സാധാരണ പ്രായത്തിലുള്ള പെൺകുട്ടി കൂടി വന്ന ഒരു 10 കിലോ അല്ലെങ്കിൽ ഒരു 5 കിലോ അല്ലെങ്കിൽ 10 കിലോ വെള്ളം, ഒരു വെള്ളത്തിന്റെ തൂക്കം എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ = 1 കിലോ ആണ്. ഇത് തോളിൽ വെച്ചിട്ട് ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി ഇറങ്ങി പോകണം, വെള്ളം കോരി ഈ ഭാരവും കൊണ്ട് കയറി വരണം. ഒരു ഒട്ടകം, മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന ഒട്ടകത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴേ വെള്ളം കിട്ടുള്ളൂ. മരുഭൂമിയിൽ കൂടിയാണ് ഒട്ടകം യാത്ര ചെയ്യുന്നത്. ഒരു 50-100 ലിറ്റർ വരെ വെള്ളം ഇത് സ്റ്റോർ ചെയ്യും. ഒട്ടകം പോകുന്ന കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പോകുന്ന സമയത്ത് നാവ് വെളിയിലേക്ക് ഇട്ടിട്ട് ഈ മോയ്സ്ചർ കളക്ട് ചെയ്തിട്ട് നാവ് എപ്പോഴും നനച്ചുകൊണ്ടിരിക്കും വെള്ളം കിട്ടാത്ത സമയത്ത്. അപ്പോൾ വെള്ളം കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ വയറ് ഏറ്റവും വലുതാണ്. നമ്മുടെ നാട്ടിൽ ഈ എരുമയും കാളയൊക്കെ കുടിപ്പിച്ചുള്ളവർക്ക് അറിയാൻ സാധിക്കും. ഒരു 50 ലിറ്റർ വെള്ളം കുടിച്ച് നോട്ടിക്കുക. അപ്പോൾ പറഞ്ഞാൽ 10 ഒട്ടകങ്ങൾക്ക് കുടിച്ചു തീരണമെങ്കിൽ 500 ലിറ്റർ വെള്ളം വേണം. 10 ലിറ്റർ വെച്ച് കോരുകയാണെങ്കിൽ 50 പ്രാവശ്യം ഈ പെൺകുട്ടി ഈ കിണറ്റിലേക്ക് ഓടിയിറങ്ങി. മടുപ്പില്ല. ഒരു വാക്ക് പറഞ്ഞു പോയി, യജമാനനെ, നിനക്കും നിന്റെ ഒട്ടകങ്ങൾക്ക് വേണ്ടുവോളം ഞാൻ കുടിക്കാൻ തുടക്കാം. ഏലിയാസ് പറഞ്ഞ കാര്യം അവൾ കേട്ടിട്ടില്ല. ഇനി ഈ വന്ന പുരുഷൻ ആര്? ഒരു വഴി യാത്രക്കാർ 10 ഒട്ടകങ്ങളെയും കൊണ്ട് വന്നിരിക്കുന്നു. അവിടുത്തെ ഒരു കസ്റ്റമാണ്. അബ്രാമിന്റെ അടുത്ത് മാമരയുടെ തോപ്പില് 3 ദൂതന്മാർ വന്നപ്പോൾ അതിലൊന്ന് കർത്താവായിരുന്നു. അബ്രാഹം ഓടിക്കടന്നു ചെന്ന് കവിണ് വേണ്ടി നമസ്കരിച്ച്, യജമാനന്മാരെ, കടന്ന് അല്പസമയം വിശ്രമിക്ക്, ഞാൻ നിങ്ങൾക്ക് അല്പം ആഹാരം ഉണ്ടാക്കി കൊണ്ടുവന്ന ശേഷം പോകും. ആരാണെന്നറിയില്ല, കർത്താവാണെന്നറിയില്ല, സ്വർഗദൂതന്മാരാണെന്നറിയില്ല, മനുഷ്യവേഷത്തിലാണ് വന്നിരിക്കുന്നത്. അവർ സമ്മതിച്ചു. ഒരു കാളയർത്ത് മാവെടുത്ത് ആഹാരം ഉണ്ടാക്കി കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഇവിടെ സംഭവിക്കുന്നത് ആരാണെന്നറിയില്ല, വന്നതിന് ഉദ്ദേശം എന്താണെന്നറിയില്ല. 10 ഒട്ടകങ്ങളുണ്ട്, കുറച്ച് ആൾക്കാർ കൂടെയുണ്ട്. കുറച്ച് വെള്ളം ചോദിച്ചപ്പോൾ പറഞ്ഞു പോയി, നിന്റെ ഒട്ടകങ്ങൾക്ക് വേണ്ടുവോളം കൊടുക്കാം. ഒരു 10 ലിറ്റർ വെള്ളം കൊണ്ടുവന്ന് ഈ ഒട്ടകത്തിന്റെ ഒരു തൊട്ടിയിൽ വെച്ച് ഒഴിച്ചു കൊടുത്താൽ എത്ര സമയം എടുക്കും? ഈ 10 ഒട്ടകങ്ങൾ ഓരോ നക്കി കുടിക്കാനുള്ളതില്ല. ഈ ഒട്ടകങ്ങൾ വേണ്ടുവോളം ഇത്രയെന്ന് അത് പറഞ്ഞു. പാത്രത്തിലെ വെള്ളം വേഗം തൊട്ടിയിൽ ഒഴിച്ച് പിന്നെയും കോരുവാൻ ഓടി കിണറ്റിലേക്ക് ഇറങ്ങി. ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി, യഹോവ തന്റെ യാത്ര സഫലമാക്കിയില്ലയോ എന്ന് അറിയേണ്ടതിന് മിണ്ടാതിരുന്നു. എങ്ങനെ? ഈ 10 ഒട്ടകങ്ങൾ വയറ് നിറയെ കുടിക്കുവോളം മിണ്ടാതിരുന്നു. ആരാ? നീടായിരിക്കുന്ന ഇസ്ഹാക്കിന് ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കുവല്ല ടെസ്റ്റാ. നമ്മളെയോ? കർത്താവായ യേശു ക്രിസ്തുവിന് കളങ്കമില്ലാത്ത മണവാട്ടിയായിട്ട് തിരഞ്ഞെടുക്കാൻ നമ്മൾ തന്നെ പറഞ്ഞതാ. പിതാവിനെ പോത്തന്നെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പാസ്റ്ററെ സ്നാനപ്പെടുത്ത്, ഞാൻ ക്രിസ്തുവിനോട് ചേരുവ സ്നാനപ്പെടാൻ തയ്യാറാ. 50 പ്രാവശ്യം കിണറ്റിലേക്ക് ഓടി ഇറങ്ങുമ്പോ ഈ പുരുഷൻ നോക്കുന്നെന്നറിയാമോ? ഇവളുടെ മുഖം വാടുന്നുണ്ടോ? ഇവള് പറഞ്ഞ വാക്കിൽ നിൽക്കാൻ തയ്യാറാണോ? വായിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് പിറുപിറുപ്പ് വരുന്നുണ്ടോ? പിണക്കം വരുന്നുണ്ടോ? മുഖം വാടുന്നുണ്ടോ എന്ന് ഉറ്റുനോക്കിയെന്ന് ഗേസിംഗ് എന്ന് വേണം യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിത് കുറിച്ച് ചിന്തിച്ച് നോക്കുക. ഈ പ്രസംഗങ്ങളും ക്ലാസ്സുകളും ഒന്നിന് പുറകെ ഒന്ന് നേരെ കേട്ട് ഒരു പാരമ്പര്യമായി പെന്തിക്കോസ്തിന്. ചത്താലും പ്രസംഗം, ജനിച്ചാലും പ്രസംഗം, അടക്കം ചെയ്യുമ്പോഴും പ്രസംഗം, പാട്ടും.
ഒരു പാരമ്പര്യമായി തീർന്നു. യേശു ക്രിസ്തുവിനോട് ചേരുവ മണവാട്ടിയായിട്ട് തിരഞ്ഞെടുക്കേണ്ട ആരാ വന്നത്? അബ്രാഹാമിന്റെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന പരിശുദ്ധാത്മാവിന് നിഴലായിരുന്നിരിക്കുന്ന ഏലയാസറാണ് ടെസ്റ്റ് വെച്ചിരിക്കുന്നത്. ഇവളുടെ മുഖം വാടുന്നുണ്ടോ? പറഞ്ഞ വാക്കിൽ നിൽക്കുമോ? സ്തോത്രം. നമുക്ക് അവകാശം കിട്ടാൻ പോകുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. ക്രിസ്തുകാലത്തില് ഇസഹാക്കിന് ഭാര്യയായി നിൽക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ തീരുമാനമാണ്, ഞാൻ പറഞ്ഞ വാക്കിൽ നിൽക്കും, ഈ ഒട്ടകങ്ങൾ കുടിച്ചു തീരുവോളം ഞാൻ കൊടുക്കും. ഈ മനുഷ്യനാകുന്ന ഏലയാസർ ഒരു മനുഷ്യത്വം ഇല്ലാതെ വേണം ഈ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ മുഖം വാടുന്നുണ്ടോ? വായിന്ന് പിറുപിറുപ്പ് വരുന്നുണ്ടോ? സംശയം വരുന്നുണ്ടോ? ഒന്നുമില്ലാതെ ഉത്സാഹത്തോടു കൂടിയാണ് ഓടിയിറങ്ങിയത്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കണം, നമ്മൾ എവിടെയാ, എങ്ങനെ അവകാശം കിട്ടാൻ പോകുന്നത്? ക്രിസ്തുവിനുള്ളതിൽ സകലത്തിനും നമ്മൾ അവകാശിയെന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമാ. ഹല്ലേലൂയ. 10 അടി പൊങ്ങിയെന്ന സ്തോത്രം പറയും. കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ പറയും, പാസ്റ്റർ ദുരുപദേശം പറയുന്നത്, ഇതൊന്നും ഞങ്ങൾക്കുള്ളതല്ല. ക്രിസ്തുവിനോട് കൂടെ തേജസ്വീകരിക്കപ്പെടണമെങ്കിൽ അവരോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രാതും വെറുതെ പറയുന്നതാ. ഇന്നത്തെ ന്യൂജൻ അതൊന്നും പറയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ 24 അധ്യായം സാധാരണ കല്യാണങ്ങൾക്ക് പ്രസംഗിക്കുക, നിശ്ചയങ്ങൾക്ക് പ്രസംഗിക്കുക. പാസ്റ്റർമാർ അവരവരുടെ ചൂണിനനുസരിച്ച് കൊണ്ട് വരുന്നതിൽ പല ജാതികൾ ആൾക്കാരുണ്ടാവല്ലോ. വെള്ളത്തിൽ നിന്ന് പിടിച്ച് മുക്കാൻ കിട്ടിയാലോ എന്ന് കരുതിട്ട് അങ്ങനെ പ്രസംഗിക്കുക. ഇതൊന്നും ആരും പറയില്ല. ഇത് പറഞ്ഞ ചിലപ്പോൾ പെങ്കൊച്ച് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോവും. അതുപോലെ തന്നെയാണെന്ന് പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ ഇറങ്ങിപ്പോവും. സ്നാനപ്പെടാൻ തീരുമാനിച്ചവർ വേണ്ടെന്ന് വെക്കും. ഇത് മാരകമായ പണിയാണ്. പക്ഷെ ആരെ കൂടെയുള്ളത്? സ്തോത്രം. മുന്നോട്ട് നിന്ന് വായിച്ചു നോക്കണം. 24 അധ്യായത്തിൻ്റെ ഓരോ വാക്യങ്ങളും അത്ര വെയിറ്റേജ് ഉള്ള വാക്യങ്ങളാണ്. അങ്ങനെ റെബേക്ക തിരഞ്ഞെടുത്തു. അവസാനം അവൾ വീട്ടുകാരോട് ചോദിക്കുക, നീ പുരുഷൻ്റെ കൂടെ പോകുന്നു? എടുത്തു വായിക്ക് പറയാം, ഞാൻ പോകുന്നു. വല്ലയിടത്തുനിന്ന് വന്നൊരു ദിവസം മനുഷ്യൻ തലേ ദിവസം രാത്രി വന്നോളൂ. എവിടേക്കാ പോണേ? ഏകദേശം 600 മൈൽ ദൂരെ നിന്നാണ് ഏലയാസർ വന്നിരിക്കുന്നത്. ഇന്നത്തെ പോലെ സൂപ്പർ ജോണിക്ക് ഫൈറ്റൊന്നുമില്ല, ജംബോ ജെട്ടില്ല, ഒട്ടകപ്പുറത്ത് യാത്ര, മരുഭൂമിയിൽ കൂടെ. എവിടുന്നോ വന്നൊരു പുരുഷന്റെ പേര് കുറെ അടയാളങ്ങളൊക്കെ പറഞ്ഞു, നടന്നത് പറഞ്ഞു. അബ്രാഹമുമായിട്ട് ബന്ധം കുറെ കാലങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഹല്ലേലൂയ. അബ്രാഹാമിന്റെ ഭവനത്തിൽ പുറപ്പെട്ടു വന്ന ഏലയാസറിനെ തിരിച്ചു പോകാനുള്ള വഴി അറിയുള്ളൂ. തിരഞ്ഞെടുക്കപ്പെട്ടതാരാ? ഏലയാസറിന് വില കൂടിയതാണ് തിരഞ്ഞെടുക്കപ്പെട്ട മണവാട്ടി. പക്ഷേ അങ്ങോട്ട് പോകാനുള്ള വഴി ആർക്കും അറിയുള്ളൂ? ഏലയാസറിനെ അറിയുള്ളൂ. അതുപോലെ തന്നെ പിതാവായ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന പരിശുദ്ധാത്മാവിനെ ക്രിസ്തുവിലേക്ക് ചേർക്കുവാനുള്ള വഴി അറിയുള്ളൂ. അതിനാ പരിശുദ്ധാത്മാവിന്റെ മുദ്ര തന്നിരിക്കുന്നത്. നേരത്തെ വായിച്ചല്ലോ, ആ വീണ്ടെടുക്കപ്പെട്ട വിലയ്ക്ക് വാങ്ങിയ ആ വ്യക്തിയുടെ ഫൈനൽ റിഡംപ്ഷൻ വരേക്കും സൂക്ഷിപ്പാനായിട്ട് ഒരു സീല് തന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിനെ അറിയുള്ളൂ മടങ്ങിപ്പോകാനുള്ള വഴി. ഓരോ പ്രതികൂല സാഹചര്യം വരുമ്പോൾ നമുക്ക് എഗൈൻസ്റ്റ് ആയിട്ടുള്ള ശത്രുക്കൾ നമ്മളിൽ തന്നെ ദൈവത്തിനോട് ചേരാത്ത, അല്ലെങ്കിൽ ദൈവത്തോട് കീഴ്പ്പെടാത്ത, ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാത്ത ശത്രു തമ്മിലുള്ള ഒരു ജഡമുണ്ട്, ലോകമോഹങ്ങളുണ്ട്, സൈറ്റാനിക് കിങ്ഡം ഉണ്ട്. ഇവയോടൊക്കെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം ഇതറിയുന്നത് ഏലയാസർ, പരിശുദ്ധാത്മാവിന് നേടാൻ നിൽക്കുന്ന ഏലയാസർ അറിയുള്ളൂ. അതിനാ നമുക്കൊരു മുദ്ര തന്നിരിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിനുള്ള സകലത്തിനും നമുക്ക് ക്രിസ്തുവിൻ അവകാശികളാണ് പറയാൻ നല്ല സന്തോഷമാ. പക്ഷേ നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും, നീ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയോ? നീ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ എതിർത്തു നിൽക്കുകയാണ്. ഇന്ന് വ്യാജമായി വേണ്ടത്രയുണ്ട്. വളരെ പല സീനിയർ പാസ്റ്റേഴ്സ് പോലും, കൃപയിൽ നിന്നവർ പോലും ഉപദേശത്തെ മരച്ചു കളഞ്ഞുകൊണ്ട് ഇന്ന് ആളെ കൂട്ടാനും ഫെയിം ഉണ്ടാക്കാനും വേണ്ടി നടക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കുന്നത് ഏലയാസ് ഇട്ടു നോക്കാണ്.
അതിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ? പോയിക്കോട്ടെ, ഗുഡ് ബൈ. വീശുമരം ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക, പതിരും ഗോതമ്പ് തമ്മിൽ വേർതിരിക്കുക. അതാണ് ഈ ദുരുപദേശത്തിന്റെ വീശുമരം കൊണ്ട് വീശുന്നത്. ഹല്ലേലൂയ. പതിരെല്ലാം വീശുമരത്തിലും വീശുമ്പോ പോകും, ഗോതമ്പ് അവിടെ കിടക്കും, കളപ്പുരയിലേക്ക് ചെല്ലും. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്ര പറയുന്നത് ഉദ്ദേശിച്ചതല്ല. 24-ാം അധ്യായത്തിൽ നിന്ന് അവിടെ ഒരു വാക്യം പറയുന്നുണ്ട്, സ്തോത്രം, അബ്രഹാം തനിക്കുള്ളതൊക്കെയും തൻ്റെ മകന് കൊടുത്തിരിക്കുന്നു എന്നൊരു വാക്കുണ്ട്. ഈ വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി 24-ാം അധ്യായത്തിലേക്ക് പോയത്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് വേറെ രീതിയിലാണ് സംസാരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ നമുക്ക് എന്തുണ്ട്? ക്രിസ്തുവിലുള്ള സകലത്തിനും അവനെ വിശ്വസിച്ച് അവനോട് ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തിക്കുമുണ്ട്. വളരെ ബ്രീഫായിട്ട് പറഞ്ഞാൽ സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വിശ്വാസിക്ക് ജനിച്ച സമയത്ത് പൂർണ്ണ അവകാശിയായിട്ടാണ് ജനിക്കുന്നത്. അതിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കത്തക്കവണ്ണം വീണ്ടും ജനനം നമ്മൾ നടക്കും. പരിശുദ്ധാത്മാവല്ല വീണ്ടും ജനനം നടത്തുന്നത്, സീഡ്, നശിച്ചു പോകുന്ന സീഡല്ല, നശിച്ചു പോകാത്തതും ജീവനുള്ള നിലനിൽക്കുന്നതുമാകുന്ന ക്രിസ്തു എന്ന ബീജം തന്നെയാണ് നമ്മുടെ ആത്മാവിൽ വന്ന് നമ്മൾ വീണ്ടും ജനിപ്പിക്കുന്നത്. ആ സമയത്ത് നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശം കിട്ടുകയാണ്. ഫസ്റ്റ് അവകാശം. അത് നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ, പഴയ നിയമകാലങ്ങളിൽ, അതായത് പഴയ നിയമത്തിന്റെ കാലഘട്ടങ്ങളിൽ ധനവാന്മാര് ദാസന്മാരെയും ദാസിമാരെയും ഇന്ന് നമ്മുടെ കാളച്ചന്തയിൽ നിന്ന് കാളയും മറ്റു വാങ്ങുന്നത് പോലെ മനുഷ്യച്ചന്തയിൽ നിന്ന് വാങ്ങുമായിരുന്നു. യോസഫിനെ വിറ്റത് വാങ്ങിയതുപോലെ. അപ്പൊ ഈ ദാസന്മാരെ വിലയ്ക്ക് വാങ്ങുമ്പോൾ വലിയ യജമാന്മാര് ദാസിമാരെയും വിലയ്ക്ക് വാങ്ങും. അപ്പൊ അതിന് വേണമെങ്കിൽ യജമാന് തോന്നിയ ഒരു ദാസിനെ ഒരു ദാസിക്ക് വേണമെങ്കിൽ ഭാര്യയായിട്ട് കൊടുക്കും. പക്ഷെ അതിൽ നിന്ന് ജനിക്കുന്ന മക്കള് അവർക്കുള്ളതല്ല. പക്ഷെ അതിൽ നിന്ന് ജനിക്കുന്ന മക്കൾ, ഈ യജമാന് സ്വന്തം ഭാര്യ ഉണ്ടാവും. ഈ സ്വന്തം ഭാര്യയിൽ നിന്ന് ജനിക്കുന്ന മക്കൾക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശമുള്ളൂ. ഈ ദാസനും ദാസിയിൽ നിന്ന് ജനിച്ച മക്കൾക്ക് മക്കളാണെങ്കിൽ പക്ഷെ അവർക്ക് അബ്ബാ പിതാവ് എന്ന് വിളിക്കാൻ അവകാശമില്ല. കാരണം അബ്ബാ പിതാവ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവകാശം കൊടുക്കേണ്ടി വരും. തനിക്ക് തന്റെ സ്വന്തം ഭാര്യ എന്ന് ജനിച്ചവർക്ക് മാത്രമേ അവകാശമുള്ളൂ. മറ്റു ദാസി പ്രസവിച്ചതാണ്. അതാണ് ഗലാത്യ ലേഖനത്തിൽ പോൾ പറയുന്നത്, ദാസി പ്രസവിച്ചതുകൊണ്ട് സ്വന്തമായി ദാസി പ്രസവിച്ചതുകൊണ്ട്. ഇന്ന് പെന്തിക്കോസ്തിനകത്ത്, ഈ പെന്തിക്കോസ്തിനെ കുറ്റം പറയല്ല, വീണ്ടും ജനനം പ്രാപിക്കാതെ ദാസി പ്രസവിച്ച അനേകർ സെൻട്രൽ പാസ്റ്റർമാര് പോലെ ഉണ്ട്. അവരാണ് ഈ ഉപദേശത്തെ കോട്ടിക്കളഞ്ഞുകൊണ്ട് അടിസ്ഥാനങ്ങളെ മായ്ച്ചു കളയുന്നത്. അത് കേട്ടിട്ട് പേരും കേട്ടുകൊണ്ട് കൊടി പിടിച്ച് നടന്ന് സോഷ്യൽ മീഡിയയിൽ കമന്റ് എഴുതാനും കൊടി പിടിക്കാനും വേറെയും കുറെ ജനമുണ്ട്. ഇതെല്ലാം ദാസി പ്രസവിച്ചതാ. എങ്ങാനും ദാസി പ്രസവിച്ച ഒരു കുഞ്ഞ് അബ്ബാ പിതാവ്, ഈ സ്വന്തം കുഞ്ഞുങ്ങള് അവകാശമുള്ള കുഞ്ഞ് വിളിക്കുന്ന കേട്ട് അബ്ബാ പിതാവ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിനെ കൊന്നു കളയണമെന്ന. കാരണം എന്താ? ജീവിച്ചിരുന്നതിന് അവകാശം കൊടുക്കണം. ഇതേപോലെ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് ക്രിസ്ത്യണ്ടത്തിൽ എല്ലാവരും വിളിക്കുക. വീണ്ടും ജനനം പ്രാപിക്കാത്ത ഒരുവൻ വിളിച്ചാൽ ദൈവ നീതി പറയുന്ന അവനെ കൊന്നുകളയണമെന്ന്. പക്ഷേ ദൈവം ദീർഘക്ഷമയുള്ളവനാകൊണ്ട് അവസരങ്ങൾക്ക് പോലെ അവസരങ്ങൾ ഈ ശരീരത്തിൽ വസിക്കുവാൻ തന്നുകൊണ്ടിരിക്കുക. വീണ്ടും ജനനം പ്രാപിച്ചോ, സ്വീകരിച്ചു കൊള്ളുക. നിന്റെ പാപത്തിന്റെ പരിഹാരകനായി നിനക്ക് പകരമായിട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെന്നിട്ട് വേറെ ഒരു ഹൃദയത്തിൽ വാഴുവോ, സ്വീകരിച്ചു കൊള്ളുക. ഉടനെ നിനക്ക് വീണ്ടും ജനം പ്രാപിക്കാം. നിനക്ക് അവകാശത്തിന്റെ അച്ചാരമായി പരിശുദ്ധാത്മാവിനെ കിട്ടും. ഉടനെ നിനക്ക് അബ്ബാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കാൻ യോഗ്യതയുണ്ടാകും. അപ്പോഴാണ് അവകാശിയായി തീരുന്നത്. സ്തോത്രം. ഇങ്ങനെ ജനിച്ച ഒരു ശിശുവിനെ കുറിച്ച് ഗലാത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് അവകാശിയെങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം ആർക്കൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നത്? പരിപാലകർക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. വകതിരിവ് വന്നിട്ട് പ്രായപൂർത്തിയായി പുത്രത്വത്തിന്റെ അവകാശം പ്രാപിക്കത്തക്കവണ്ണം എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചോ. ചൈൽഡ് ഓഫ് ഗോഡ്, ടെക്ന എന്ന ഗ്രീക്ക് പദം ദൈവകുടുംബത്തിൽ ജനിച്ചതാ. പക്ഷേ സൺഷിപ്പ്, ഹുയോസ് എന്ന പദം പ്രാപിക്കുവോളം, സൺഷിപ്പ് പ്രാപിക്കുന്ന മച്ചുവരട്ടി വരുവോളം ഗൃഹപാലകന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുക. അപ്പോ ഈ ചൈൽഡ് ഓഫ് ഗോഡ് ആണെങ്കിൽ തന്നെയും ഈ പുത്രത്വത്തിന്റെ അവകാശത്തിൽ ആ പ്രായപൂർത്തി തിരിച്ചറിവ്, പ്രായപൂർത്തി മച്ചുവരട്ടി വരാത്തോടത്തോളം അവകാശം പ്രാപിക്കാൻ പോകുന്നില്ല. ഇതെല്ലാം വളരെ സീരിയസ് ആയ കാര്യങ്ങളാണ്. ക്രിസ്തുവിൽ നമ്മൾ അവകാശികളാണ്. പക്ഷെ അവകാശം കിട്ടണമെങ്കിൽ പുത്രത്വത്തിന്റെ മച്യൂരിറ്റി വരണം.
ഈ കാര്യങ്ങൾ വിവരിക്കുന്ന ഒരു പുസ്തകം നമ്മളെ എല്ലാവരുടെയും കയ്യിലുണ്ട്. ഇല്ലാത്തവർക്ക് വേണ്ടി കാണിച്ചു തരാണ്. വിശ്വാസികളുമായിട്ടുള്ള ക്രിസ്തുവിന്റെ ബന്ധങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. അത് ഷെൽഫിലിരിക്കുന്നു, വായിക്കുന്നു ഓരോരുത്തരും അറിയാം. ഇംഗ്ലീഷ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ബുക്കായിട്ട് പ്രിന്റ് ചെയ്തിട്ടില്ല. അത് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട് ലിങ്ക്. ആവശ്യമുള്ളവർക്ക് മലയാളത്തിൽ വേണമെങ്കിൽ ഡൗൺലോഡ്, മൊബൈലിൽ വായിക്കാം, കമ്പ്യൂട്ടറിൽ വായിക്കാം, ഇംഗ്ലീഷിലും ഉണ്ട്. ഓരോരോ അവകാശങ്ങൾ എങ്ങനെയാണ് കിട്ടുന്നത്? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ അധികാരത്തിന് നമ്മളും ക്രിസ്തുവിൽ അവകാശികളാണ്. സ്വർഗത്തിലും ഭൂമിയിലുള്ള എന്തിനേയും എന്ത് ചെയ്യാനുള്ള അധികാരം വിശ്വാസിയായ എനിക്ക് നിങ്ങൾക്ക് ക്രിസ്തുവിൽ ഉണ്ട്. ഇപ്പൊ ലൈവായിട്ട് കേൾക്കുന്നവർക്ക് മിക്കവർക്കും നമ്മൾ അറിയാം. ഇത് നമ്മൾ പല പ്രാവശ്യം എക്സസൈസ് ചെയ്തിട്ടുള്ള, ഭൂരാജക്കന്മാരുടെ മേൽ എക്സസൈസ് ചെയ്തിട്ടുള്ള, ജാതികളുടെ മേൽ എക്സസൈസ് ചെയ്തിട്ടുള്ളതാ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മരണത്തിന്റെ പാതാളത്തിന് താക്കോൽ എന്റെ കയ്യിലുണ്ട്. ഞാൻ മരിച്ചവനായിരുന്നു, ഇപ്പോഴതാ ഉയർത്തെന്നിട്ട് എന്നേക്ക് ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെ പാതാളത്തിന് താക്കോലുണ്ട്. ഇതൊരു അവകാശ. മരണത്തിന്റെ പാതാളത്തിന് താക്കോല്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഇതൊരു അവകാശം. ഇത് എങ്ങനെ പ്രാപിക്കാം? വിശ്വാസത്താൽ. ക്രിസ്തു ഇതിന് അനേക അവകാശങ്ങളുണ്ട്. ഈ ഭൂമിയിലെ വല്ല അവകാശമാണോ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടുപോയോ? ഒരു 5 ഏക്കർ പറമ്പും ഒരു കുറച്ച് എസ്റ്റേറ്റും നല്ലൊരു മെഴ്സിഡീസിന്റെ കാറും ഒക്കെ അവകാശമാക്കിയിട്ടാണ് പോയത്. അതൊക്കെ എന്നാൽ അവനെ ശുശ്രൂഷിച്ചതാരായിരുന്നു? ഭണ്ഡാര വിചാരകന്റെ ഭാര്യയായിരുന്നു ശുശ്രൂഷിച്ചത്. ധനികരായ ഭാര്യ ആൾക്കാരായിരുന്നു ശുശ്രൂഷിച്ചത്. ആവശ്യത്തിനുള്ള കർത്താവ് കൃതമായിട്ട് കൊടുക്കും. ഇന്നും ദൈവകൃപയിൽ വിശ്വാസ വേല ചെയ്യുന്നവർ പരിപാലിക്കാൻ സ്നേഹവാനായ പിതാവ് തന്റെ പുത്രനെ ആദരിക്കാതെ നമുക്ക് പരിഹാരത്തിന് വേണ്ടി തന്നവൻ കൃപയാൽ തരും 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 തരും. പക്ഷെ അത് വിശ്വാസത്താൽ നടക്കുമ്പോഴാണ്. ഇത് ഹ്യൂമൻ നോളജിന്റെ ഒന്നും ആവശ്യമല്ല. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിൽ, ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞെന്നുള്ളൂ. ക്രിസ്തുവിൽ നമുക്ക് സകലത്തിനും അവനെ അവകാശിയാക്കി വെച്ചിരിക്കുന്ന പോലെ അവനോട് കൂടെ നാമും സകലത്തിനും അവകാശിയാണ്. വിശ്വാസത്തെ അതിനൊരു കാര്യമാണ് നമ്മൾ ഗലാത്യ ലേഖനം ചാപ്റ്റർ 3 വേഴ്സ് 14 പറഞ്ഞിരിക്കുന്നത്. അബ്രാഹാമിനുള്ള അവകാശം പരിശുദ്ധാത്മാവിന്റെ കാര്യത്തെ വെച്ച് പറഞ്ഞിരിക്കുകയാണ്. വിശ്വാസത്താൽ പ്രാപിക്കേണ്ടത് തന്നെ. The blessing of Abraham might come upon the Gentiles in Christ Jesus, that we might receive the promise of the Spirit through faith. ഞാൻ ഇതെല്ലാം വിശ്വാസത്താൽ പ്രാപിക്കണം എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഇതിന് വചനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു വാക്യം കോട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇത് റിയലി നടക്കുന്ന കാര്യം. ഇത് വെറും പ്രസംഗിക്കല്ല ഞാനിത്. ഇത് അനുഭവിച്ചുകൊണ്ട് അനുഭവമാണ് പറയുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം ഉയർത്തെഴുന്നേറ്റവന് ക്രിസ്തുവിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനോട് ചേർന്നിരിക്കുന്ന നമുക്കും അതേ അധികാരം നമ്മുടെ ഇഷ്ടത്തിനല്ല, അവൻ നമ്മളിൽ വസിച്ചുകൊണ്ട് ചെയ്തെടുക്കും. ഇതിന് വേണ്ടതറിയാം, നമ്മുടെ സെൽഫിനെ ക്രൂശിക്കണം. ഞാൻ എൻ്റെ ഇതിനെ ക്രൂശിച്ചിടണം. കർത്താവേ, നിന്റെ ഹിതം എന്നെ നടക്കട്ടെ. മരണത്തിന്റെ പാതാളത്തിന് താക്കോൽ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ അവൻ നമ്മിൽ കൂടെ മരണത്തെ ജയിക്കും. അപ്പോഴാ പറയാൻ പറ്റുന്നത്, ഏ മരണമേ നിന്റെ ജയം എവിടെ? ഏ പാതാളമേ നിന്റെ ജയം എവിടെ? ഒരു ചെറിയ തലവേദന വന്നു കഴിഞ്ഞാല് അയ്യോ പത്തി വിളിക്കുന്ന പറ്റില്ല. കർത്താവ്, എന്റെ കർത്താവ് അറിഞ്ഞിട്ടല്ലാതെ ഒരു കാര്യമില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. എന്തിനാ നിർണയപ്രകാരം വിളിച്ചത്? ഇപ്പം നോക്കണം, റെബേക്കയുടെ കിണറ്റിലേക്കുള്ള ഓട്ടിയുള്ള ഇറക്കം, വെള്ളം കോരി 10 ഒട്ടകങ്ങൾ വയറ് നിറഞ്ഞ് ആ ഒട്ടകങ്ങളെ തീരുമാനിക്കുന്നത് ഏലയാസുമല്ല തീരുമാനിക്കുന്നത്, റെബേക്കുമല്ല തീരുമാനിക്കുന്നത്, ഒട്ടകങ്ങളാണ് തീരുമാനിക്കുന്നത്. ടെസ്റ്റ് തീർക്കണമോ ഇല്ലയോ, വയറ് നിറയെ കുടിക്കും. ഇനി എത്ര കിലോമീറ്റർ പോകണമെന്ന് അവർക്ക് അറിയില്ല. വെള്ളം കിട്ടുന്ന സമയത്ത് ഫുൾ സ്റ്റോർ ചെയ്യും. അപ്പോൾ റെബേക്ക കോരിക്കൊണ്ടിരിക്കണം. അയ്യോ, ഇന്നലെ നമ്മളൊരു വാക്യം പഠിച്ചല്ലോ, സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയില് പ്രത്യാശയും സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സന്തോഷവും സമാധാനവും പെരുകട്ടെ. ആരാ? പ്രത്യാശ നൽകുന്ന ദൈവം. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സിങ്കർണൈസ് ചെയ്ത് വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? വെറുതെ പഠിച്ചതല്ല ഇന്നലത്തെ വാക്യം. ഇന്ന് ഈ കാര്യം പ്രസംഗിക്കണം ഞാൻ ചിന്തിച്ചതുമല്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടുന്നു, നമ്മളോട് സംസാരിക്കുന്നു. പ്രത്യാശയില്ലയോ ചോദിക്കുക, ലോർഡ് എനിക്കില്ല, പ്ലീസ്
അതൊക്കെ തുറന്ന് പറയാ. വിശ്വസിക്കുന്നതിന് സന്തോഷമല്ലേ? പ്ലീസ് തുറന്നങ്ങ് പറയാ, ലോർഡ് ഐ ലോസ്റ്റ് ദാറ്റ്, പ്ലീസ് ഹെൽപ്പ് മീ. ഹല്ലേലൂയ. ആ ശതാധിപന്റെ മകളുടെ കാര്യത്തിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ശതാധിപൻ വന്ന് പറയാം, എൻ്റെ മകള് മരിപ്പാറായിരിക്കുന്നത്, പ്ലീസ് വേഗം വരണം കർത്താവ്. ഇടയ്ക്ക് വേണം ആ തൊങ്ങല് തൊടാൻ വന്ന സ്ത്രീ കയറി വന്നത്. കൊച്ചു മരിക്കാൻ കിടക്ക, അതിന്റെ പിതാവ് വന്ന് യാചിക്കുകയാണ്, കർത്താവേ ഒന്ന് വേഗം വരണം. അതിനിടയ്ക്ക് തൊങ്ങല് തൊട്ടോളൂ. ആരെന്നെ തൊങ്ങല് തൊട്ടത്? ഭ്രാന്ത ചോദ്യം. ഇത്രമാത്രം തിരക്കൂടി ആൾക്കാർ തിങ്ങി നടക്കുമ്പോൾ നിന്റെ തൊങ്ങല് തൊട്ട് ചോദിക്കുന്ന വല്ല കാര്യം ഉണ്ടാ? പോയി അങ്ങനെ കൊച്ചിനെ സൗഖ്യമാക്കുന്നല്ല സാധാരണ ബുദ്ധി ചോദിക്കും. കർത്താവ് എന്നാ ചുറ്റും നോക്ക, എന്നെ ഇത് ശക്തി പുറപ്പെട്ടു, ഞാൻ അറിയുന്നു. സ്ത്രീക്ക് മനസ്സിലായി, മറിഞ്ഞിരിക്കുന്ന ഓടി കാൽക്കൽ വീണു. അപ്പോഴേക്കും ശതാധിപന്റെ ബാലിക്കാർ വന്ന് പറഞ്ഞ്, കർത്താവിന്റെ ബുദ്ധിമുട്ടിക്കില്ല, നിന്റെ കൊച്ചു മരിച്ചുപോയി. അപ്പൊ കർത്താവ് എന്താ പറയുന്നത്? പേടിക്കണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ തലമുറയുടെ വിഷയത്തെ കുറിച്ച് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഡോണ്ട് വറി, ബിലീവ്, റിലൈ ഓൺ ഹിം. ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാവുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാവുന്നു. നിന്റെ മക്കളുടെ പുനരുദ്ധാനം അവനാ. ഇവിടെ നോക്കുന്നത് റെബേക്കയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഗേസിംഗ് അറ്റ് ഹർ. മുഖം വാടുന്നുണ്ടോ? വിശ്വാസത്തിലുള്ള സന്തോഷം കുറയുന്നുണ്ടോ? പ്രത്യാശ സമൃദ്ധിയാണോ അല്ല ഉള്ളത്? ഇപ്പോൾ ക്രിസ്തുവിൻ ഫ്രീ ഓഫർ ആണ്, ഫുൾ അവകാശം. വാട്ട് എവർ ഹി ഹാവ്, ഫുൾ മച്യൂരിറ്റി 100%. അവരോട് കൂടെ അവകാശം ഫ്രീ ഓഫർ ആണ്. ഫ്രീ ഓഫർ, നത്തിങ് ടു ഡു. പക്ഷെ വിശ്വാസത്തെ ഏറ്റെടുക്കണം നമ്മുടെ കുട്ടിയാ. ഈ വിശ്വാസത്തെ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മളിലുള്ള സെൽഫ് പൊങ്ങുന്നത്. ഈ ദൈവവചനം അനുസരിക്കേണ്ട സമയത്താണ് നമുക്ക് കഷ്ടത വരുന്നത്. അതാ കഷ്ടത. ദൈവവചനം അനുസരിക്കേണ്ട സമയത്ത് നമുക്ക് വരുന്ന പ്രശ്നങ്ങളാണ് ഈ കഷ്ടത. അവിടെയാണ് പറഞ്ഞത്, ക്രൂശെടുക്ക. മാതൃക കാണിച്ച പറയാൻ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പകൽ മേഘസ്തംഭത്തിന് രാത്രി അഗ്നിസ്തംഭത്തിന് ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല. എന്നെ നിന്നെ പോലെ ആക്കി തീർക്കുന്നതാണ് എൻ്റെ രക്ഷ. റബേക്ക എന്താ പറഞ്ഞത്? നിന്റെ ഒട്ടകങ്ങൾ കുടിച്ചു തരുവോളം ഞാൻ കൊടുത്തോളാം. നീളായിരിക്കുന്ന റബേക്കയുടെ സമർപ്പണമാതാ. പൊരുളായിരിക്കുന്ന മണവാട്ടിയെ നിന്റെ അവസ്ഥ എവിടെയാ? എന്താ വിശ്വാസത്തിന് സന്തോഷം കുറയുന്നേ? നീ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല. ഗസമത്തോട്ടത്തിന്റെ പ്രാർത്ഥന ഓർക്ക, പിതാവേ കഴിയുമെങ്കിൽ പാനപാത്രം മാറ്റണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറണം. എന്താ? കൈവിടപ്പെടാൻ പോവുക. അവനറിയാൻ കൈവിട്ടുള്ള അവസ്ഥ എന്താണെന്ന്. പാതാളത്തിൽ പോകുന്നതും കൈവിടയില്ലെന്നൊക്കെയും നേരത്തെ പ്രവാചകനിൽ കൂടെ പറഞ്ഞ, ദാവീദിൽ കൂടെ പറഞ്ഞവൻ തന്നെയായിട്ടാണ് ലഭിക്കുന്നത്. ഹല്ലേലൂയ. അയ്യം വിളിക്കുക. മനസ്സിലാവുന്നുണ്ടോ? വിശ്വാസത്തിലുള്ള ഏതൊരുവനും ശിഷ്യത്വം പ്രാപിക്കാനാണ് ക്രിസ്തുവിനോട് ചേരുന്നത്. നിന്റെ പരിശ്രമങ്ങളല്ല, കൃപ. കൃപ എന്നാർക്ക? കൃപയിൽ ഡിപ്പെൻഡ് ചെയ്യുക. നിന്നെ തന്നെ പോലെ ആക്കി തീർക്കാൻ ആവശ്യമായ സകലതും കൃപയാൽ തരുവാൻ പിതാവ് സംപ്രീതനാണ്. വിശ്വാസത്തെ ഏറ്റെടുക്കാൻ തയ്യാറാണോ അല്ലയോ? മരിക്കേണ്ടി വന്നാൽ മരിക്കാൻ തയ്യാറാവണം. നമ്മുടെ കഴിവുകൾ ആശ്രയിക്കരുത്, ബുദ്ധിയിൽ ആശ്രയിക്കരുത്, സാമർത്ഥ്യത്തിൽ ആശ്രയിക്കരുത്. ലോർഡ്, യു ആർ മൈ ഗാഡ്. പ്ലീസ്. ഞാൻ ചെയ്യുന്ന എങ്ങനെയാ? കൊടുങ്കാറ്റ് പോലുള്ള പ്രശ്നങ്ങൾ വന്നാൽ മാറിയിരിക്കും. ലോർഡ്, യു ആർ മൈ ഗാഡ്, യു ആർ മൈ സാൽവേഷൻ, യു ആർ മൈ റിഡംഷൻ, യു ആർ മൈ വിസ്ഡം. നീ കർത്താവ, മാസ്റ്റർ കൺട്രോളർ. ഈ വിഷയം പറ്റുന്ന സകല ലിങ്കുകളിലും ഒരേ സമയത്ത് പ്രവർത്തിക്കാൻ നിനക്ക് സാധിക്കും. സകല വ്യക്തികളിലും ദുഷ്ടാത്മ ലോകത്തിലായി നിനക്ക് പ്രവർത്തിക്കാൻ ഒരേപോലെ പ്രവർത്തിക്കാൻ നിനക്ക് സാധിക്കും. പഴയ നിമിത്തം നമുക്ക് അനേക ഉദാഹരണങ്ങൾ എടുക്കാം. ബാബേലിനെ പുറകോട്ടോട് മാറാക്കിയവൻ, അസൂരിന്റെ മേൽ കടന്നു വന്നിട്ട് അവന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ തന്നെ കൊണ്ടുപോയി അവന്റെ ഉദരത്തിൽ ജനിച്ചവനെ കൊണ്ട് തന്നെ അവനെ കൊന്നു കളഞ്ഞവൻ. മിസ്രൈമിൽ ഏകനായിട്ട് മോശയോട് കൂടിയിരുന്ന് മിസ്രൈമിന്റെ 10 ദൈവങ്ങളെ ന്യായവിധി നടത്തിയവൻ. അവൻ തന്നെയാണ് നമുക്ക് പകരമായിട്ട് പ്രായശ്ചിത്തമായി തീർന്നത്. അവനാണ് നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നത്. അവനെയാണ് ഉയർത്തെഴുന്നേറ്റത്. അവനെയാണ് നാം ഹൃദയത്തിൽ വാഴുക കർത്താവായി സ്വീകരിച്ചിരിക്കുന്നത്. ഈസ് സുപ്രീം ഓവർ ഓൾ. എന്താ അവനെ ഹൃദയത്തിൽ വാഴ സ്വീകരിക്കാൻ മടി? വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ സെൽഫ് പൊങ്ങി വരും.
നമ്മുടെ ഡിസിഷൻസ് പൊങ്ങി വരും. ലീവ് ടു ഹിം, ലീവ് ടു ലോർഡ്. ഞാൻ ഈ യാഗപ്പെടുത്തി വയ്ക്കും, എനിക്ക് ഈ ബലഹീനതയുണ്ട്, ഈ തോട്ട് എന്നെ ഭരിക്കുന്നുണ്ട്, പ്ലീസ് ഹെൽപ്പ് മീ ടു ഓവർകം. അവസാനത്തോളം ഉണ്ടാകുന്നത് ആസ്ക് ഫോർ ദ ഗ്രേസ്. ലോർഡ്, ആ പുനരുത്ഥാന ശക്തിയാൽ എനിക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അവകാശമുണ്ട്. ഇത് പ്രാപിക്കാൻ തടസ്സം നിൽക്കുന്നത് ശൈത്താനിക് കിങ്ഡം അല്ല, നമ്മുടെ സെൽഫ്. ഇതിനെ അങ്ങ് ചീഞ്ഞളി ഞാൻ അങ്ങ് ക്രൂശിച്ചിടാ. ഞാനൊന്നുമല്ലെന്ന് പൂർണ്ണമായിട്ട് സമ്മതിച്ചാൽ ആ പുനരുദ്ധാന ശക്തി നമ്മൾ കടന്നു വന്ന് ജയിക്കാൻ കൃപ നൽകും. ഞാനിതെല്ലാം അനുഭവിച്ചിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ക്രിസ്തുവിലുള്ള സകല അധികാരത്തിലും നമ്മൾ അവകാശികളാണ്. ഇപ്പോൾ വരുവാനുള്ള കാലത്തെക്കുറിച്ചല്ല പറഞ്ഞത്. ഇപ്പോൾ ഇല്ലാത്തവർ വരുവാനുള്ള കാലത്തും ഇല്ല. ഇത് പ്രാപിക്കുന്ന കാര്യം വിശ്വാസത്തിലാണ്. അവിടെയാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അതിൽ വിവരിക്കുന്നതാണ് ഞാനീ പറഞ്ഞ പുസ്തകം. ഈ പുസ്തകം കയ്യിൽ കിട്ടാത്തവർ ആരെങ്കിലും ഇതിൽ കാണുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ PDF ഫയൽസ് ഉണ്ട്. ആരെങ്കിലും ബുക്ക് വേണമെങ്കിൽ മേലെ കോൺടാക്റ്റ് ചെയ്താൽ മതി, ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. ദൈവകൃപ ചെയ്യട്ടെ. ആ അവസ്ഥയിലേക്ക്, അവകാശത്തിലേക്ക് നമുക്ക് മുദ്ര തന്നിട്ടുണ്ട്. ദാറ്റ്സ് എ ഗ്യാരണ്ടി. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ അഡ്വാൻസായിട്ട് അച്ചാരമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻഹെറിറ്റൻസ് ഇപ്പോഴും വരുവാനുള്ള യുഗങ്ങളിൽ എത്ര വലുതായിരിക്കും ചിന്തിച്ച് നോക്കുക. ഡോണ്ട് ലൂസ് ദാറ്റ്. വലിയവനായ ദൈവം ഫ്രീ ഓഫർ തരികയാണ് ഇപ്പോൾ. അത് പ്രാപിക്കാൻ സമർപ്പിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാൻ. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു. എൻ്റെ സ്നേഹത്തിനായ കരുതലിനായ സ്തോത്രം. ഇത്രയോ വലിയ ഉന്നതമായ പദവി പുത്രന് ഞങ്ങളെ തരുവാത്തക്കോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന പിതാവേ, മാറ്റമില്ലാത്തതിൻ്റെ നാമത്തെ സ്തുതിക്കുന്നു. കർത്താവ്, നിൻ്റെ സ്നേഹത്തിനായി ഞങ്ങൾക്ക് പരമായുള്ള പ്രായശ്ചിത്തത്തിൽ കൂടെ നീ ഞങ്ങൾ വീണ്ടെടുത്ത ആ വീണ്ടെടുപ്പിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും നിന്നിൽ അവകാശികളാക്കി പണിതെടുത്താട്ടെ. ഇസ്രായേലിൻ്റെ നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇത്ര വലിയ അനുഗ്രഹത്തിലേക്ക് ഞങ്ങളെ കൂട്ടിവരുത്തുവാൻ തക്കോണം, നിനക്ക് പ്രായശ്ചിത്തമായി തരുവാൻ വെളിപ്പെടുവാൻ തക്കോണം നീ തിരഞ്ഞെടുത്ത അബ്രാഹാമിൻ്റെ സന്തതിയെ നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമണ്ഡലത്തെ അവർ നീക്കിക്കളയുമെന്ന് വാശി പിടിച്ചുകൊണ്ട് ഗൂഢമായി പ്രവർത്തിക്കുന്ന രാജാക്കന്മാരെ, ജാതികളുടെ വംശങ്ങളെ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂഖണ്ഡത്തിൽ ഛേദിച്ചു കളയുകയാണ്. വചനം നിവർത്തിച്ചാട്ടെ. ഞങ്ങൾ ഭൂമിയിൽ അടിക്കുന്ന സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഞങ്ങൾ ഭൂമി കെട്ടുന്ന ഭൂമിയിൽ അഴിഞ്ഞിരിക്കും, സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അത് നിന്റെ വാക്തത്വമായിരിക്കുക. സ്തോത്രം. മാറുകയില്ല. തിരുനാമത്തിൽ ഉയർത്തുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. സ്തോത്രം.